بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സർവോപരി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി ഇവിടെ പറയാൻ അള്ളാഹു നാം ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും മുസ്ലിം ഖൗമിൽപ്പെട്ട അവർക്കിടയിൽ സംഭവിക്കുന്ന വിശ്വാസപരമായ വൈകല്യം അത് ഈമാനിനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ഖുതുബയിലെ അതേ ജനതയിൽപ്പെട്ട ബനു ഇസ്രായേലിന്റെ വംശത്തിൽപ്പെട്ട സാമിരിയുടെ കഥ, ചരിത്രം ഖുതുബയിലൂടെ പറഞ്ഞത്. വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്, ഈമാനാണ് ആദ്യം തകരുന്നതെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് സാമിരിയുടെ ചരിത്രം. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിശ്വാസ വൈകല്യങ്ങളെ മാത്രമല്ല പേടിക്കാനുള്ളത്, മറിച്ച് തന്റെ ജീവിതത്തിൽ താൻ ജീവിച്ചു കൊണ്ടിരിക്കെ തന്നിലൂടെ വന്നു ചേരുന്ന ഒരുപാട് സമ്പത്തുകൾ, ആ സമ്പത്തുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് കരുതി ആ സമ്പത്തിനെ നന്നായി വിനിയോഗിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ, ഖാറൂൻ എന്ന വ്യക്തിയുടെ ഉദാഹരണത്തിലൂടെ വിശുദ്ധ ഖുർആൻ വിവരിച്ചു നൽകുകയാണ് നമുക്ക്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ഖാറൂൻ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖസസില് 2 തവണയും, സൂറത്തുൽ അൻകബൂത്തിൽ 1 തവണയും, സൂറത്തുൽ ഗാഫിരില് 1 തവണയും പ്രയോഗിച്ച പദമാണ് ഖാറൂന്റേത്. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും വ്യക്തമായ ശത്രുവായിട്ടും എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളോളം വരുന്ന തലമുറകൾക്ക് ഖാറൂൻ എന്ന പദം ഉച്ചരിച്ചത് കൊണ്ട് നന്മയിലേക്ക് പോകാൻ കഴിയുക എന്നതിന്റെ ഉദാഹരണമാണ് ഖുർആൻ പറയുന്നത്. വാസ്തവത്തിൽ ഖാറൂൻ ആരായിരുന്നു? ഖാറൂൻ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ പരമ്പരയിൽപ്പെട്ട കണ്ണി തന്നെയാണ്. പണ്ഡിതന്മാര് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിതൃ സഹോദരനാണ് ഖാറൂൻ എന്ന്. അതല്ല, അദ്ദേഹം വലിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു, പിന്നീടാണ് അദ്ദേഹം ഈ ഗതിയിൽ എത്തിച്ചേർന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിലുള്ള വിശദീകരണങ്ങൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയും. വാസ്തവത്തിൽ ഖുർആൻ ഖാറൂനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂഹു بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين إن قارون كان من قوم موسى. ഖാറൂൻ എന്ന് പറയുന്നത് മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ട തന്നെയാണ്. ഫബഗാ അലൈഹിം, ആ ഖൗമിനെതിരെ വിദ്വേഷം, ആക്രമണം, വേണ്ടാത്തത് ഖാറൂൻ പ്രവർത്തിച്ചു. വാസ്തവത്തിൽ ഖാറൂന് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ അല്ലാഹു പറയുക, വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂഹു ബിൽ ഉസ്വതി ഉലിൽ ഖുവ്വ. അതിശക്തരായ ആളുകൾക്ക് മാത്രമേ, അവർക്ക് പോലും ഈ ഖാറൂന്റെ ഖജനാവിന്റെ താക്കോലിന്റെ ഭാരം പോലും വഹിക്കാൻ കഴിയില്ല.
അത്രയേറെ സ്വർണവും സമ്പത്തും വെള്ളിയും എല്ലാം കാറൂന് അല്ലാഹു നൽകിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇദ ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ മതി മറക്കരുത് എന്ന് ആളുകൾ കാറൂനോട് പറയുകയാണ്. നീ സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നതിന്റെ ആധിക്യം കണ്ട്, സമ്പത്തിന്റെ വ്യാപ്തി കണ്ട് ഇതിൽ നീ മതിമറന്നു പോകരുത് എന്ന് ആളുകൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം അത്രയേറെ ഭൂമിയിൽ സമ്പത്ത് കൊടുത്ത ഒരു മനുഷ്യൻ അവസാനം ആ ഭൂമി തന്നെ അദ്ദേഹത്തെ വിഴുങ്ങിയ ചരിത്രം ഖുർആനിലൂടെ പറയുമ്പോൾ ആ സമ്പത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താ? ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കും ഇടയിൽ ഇങ്ങനെ സമ്പന്നരുണ്ടോ? ഇങ്ങനെ സമ്പന്നരുള്ള, അഹങ്കാരമുള്ള ആളുകളെ മോശമായ രീതിയിൽ കാണുന്ന സമ്പന്നര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഖാറൂന്റെ ചരിത്രത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഖാറൂന്റെ നിലപാടിനെ പറ്റി ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഖാറൂന്റെ ചിന്ത എന്താണെന്നറിയോ? ഈ സമ്പത്ത് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ എന്റെ അറിവ് കൊണ്ടുണ്ടാക്കിയതാണ്, എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്, ഞാൻ തന്നെയാണ് മെയിൻ ഫാക്ടർ, ഇതിന് മറ്റൊരാളുമില്ല. ഇത് അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. ആളുകൾക്കിടയിൽ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് ഈ സംസാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരണുമണി തൂക്കമെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇവിടെ അഹങ്കാരത്തിന്റെ കാര്യം എന്താ? അത് സമ്പത്താണ്. ആളുകൾക്കിടയിൽ ഏറ്റവും മികച്ചവനാണ് ഞാൻ, എന്നെ വെല്ലാൻ ഈ നാട്ടിലോ ഈ ജില്ലയിലോ ഈ സംസ്ഥാനത്തോ ആരുമില്ല, ഞാൻ ചോദ്യം ചെയ്യപ്പെടാത്തവനാണ്, ഞാൻ പറഞ്ഞാൽ എന്തും മത്സരിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ, ഈ ഒരു ചിന്തയാണ് ഖാറൂൻ ഉണ്ടായിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വാസ്തവത്തിൽ സമ്പത്തിനോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താ? കോടികൾ സമ്പാദിക്കൂടെ? ഇസ്ലാം പറയുന്നുണ്ടോ സമ്പാദ്യത്തിന് ഇത്ര ലിമിറ്റേ പാടുള്ളൂ, അതിന്റെ അപ്പുറം പാടില്ല? പഴയകാലത്ത് വയലുകളൊക്കെ കേട്ടവരാണ് നമ്മളൊക്കെ. ദാരിദ്ര്യത്തിന്റെ ഒരുപാട് കഥകളൊക്കെ വയന്ന് പറയുമ്പോൾ കേൾക്കും. വാസ്തവത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരെയും ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പകുതി പേരും കോടീശ്വരന്മാരായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അപ്പൊ സമ്പത്തിന്റെ ഇസ്ലാം ഒരു ലിമിറ്റും വെച്ചില്ല. ആ സമ്പത്തിനോടുള്ള രണ്ട് സമീപനങ്ങൾ, രണ്ടാളുകളുടെ രണ്ട് തരം സമീപനങ്ങൾ ഖുർആൻ പറയുകയാണ്. ഖാറൂന്റെ വലിയ ഒരു പ്രകടനം, അദ്ദേഹത്തിന്റെ ഈ സമ്പത്ത് അഹങ്കാരം പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ ആളുകൾ കാണുക. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം? യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ തന്റെ വാഹനത്തിന്റെ പോർച്ചിലുള്ള വണ്ടികളുടെ ധാരാളിത്തത്തിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയുന്ന ആളുകളെ പോലെ ഖാറൂനെ കണ്ടപ്പോ ഒരുപറ്റം ആളുകൾ ഖാറൂനെ നോക്കിയിട്ട് പറയുക, ഖാറൂന്റെ ആരവങ്ങൾ കണ്ടപ്പോ, അനുയായികളെ വരവ് കണ്ടപ്പോ ദുനിയാവ് മാത്രം ചിന്തിക്കുന്നവർ പറയുക, ഖാറൂൻ എന്തൊരു ഭാഗ്യ, ഉള്ള സ്വത്തും സമ്പാദ്യവും സമ്പന്നതയും ഒക്കെ ഖാറൂനാണല്ലോ നൽകിയത്. യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഈ ഖാറൂന് നൽകിയ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ പഠിച്ചോനെ, ഇന്നഹു ഓൻ വലിയ അർമ്മുള്ള ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ സമ്പത്ത് തരണേ. ഇത് ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവരുടെ ചിന്തയാണ്. ഞങ്ങൾക്കും ഇതുപോലെ ഖാറൂനെ പോലെ പ്രകടനപരത ഉണ്ടാക്കാൻ, പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ, അഹങ്കാരം കാണിക്കാൻ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ പഠിച്ചോനെ. എന്നാൽ ഈ സമ്പത്തിന്റെ താൽക്കാലികതയെ പറ്റി
നൈമിഷികമായ ആസ്വാദനം സമ്പത്തിലൂടെ കിട്ടുന്നതിനെ പറ്റി മനസ്സിലാക്കിയ വിവേകവും വിജ്ഞാനവുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടും ഖുർആൻ അതോടൊപ്പം തന്നെ പറയുകയാണ് സൂറത്തുൽ ഖസസിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുകയാണ്. പടച്ചറപ്പിനെ പേടിയുള്ള ആളുകള്, ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ച് ഓർമ്മയുള്ള ആളുകള്, ഈ സമ്പത്തിലൊന്നും വലിയ കാര്യമില്ല, ആ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയ ഏത് രീതിയിലാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിലും നമ്മുടെ സമ്പാദ്യത്തിന്റെ മാർഗം ഹലാലായ രൂപത്തിലാണെങ്കിൽ ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് മനസ്സിലാക്കിയ വിവേകവും വിജ്ഞാനമുള്ള ആളുകൾ പറയുക, നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്, നിങ്ങൾ എന്ത് ആഗ്രഹമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അള്ളാന്റെ അടുത്തുള്ള ഹൈർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതാർക്കേ കൊണ്ടു? ലിമൻ ആമന വഅമില സ്വാലിഹ. സമ്പത്തുണ്ടെങ്കിലും കൃത്യമായ വിശ്വാസമുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നാം ആഗ്രഹിക്കേണ്ടതെന്ന് വിവേകമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന വർത്തമാനം ഖുർആൻ പറയുകയാണ്. ആ സമ്പത്തിനോടുള്ള നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് അതേ സൂറത്തിന്റെ ആയത്തിന്റെ അപ്പുറത്തൂടെ പറയുക, അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, ഓക്കെ, അതിലൊന്നും കുഴപ്പമില്ല. എങ്കിൽ നീ ആഗ്രഹിക്കേണ്ടത് നിന്റെ സമ്പത്തിന്റെ ഓരോ വിനിയോഗം കൊണ്ടും ദാറുൽ ആഖിറ, പരലോകത്തേക്ക്, മറ്റൊരു ലോകമുണ്ട്, ആ ലോകത്തേക്കുള്ള ഒരു വഴിയാണ് എനിക്ക് അള്ളാഹു നൽകിയ സമ്പത്ത്. എന്നാലോ നീ പരലോകം ആഗ്രഹിച്ചിട്ട് പള്ളിക്കും മദ്രസക്കും മാത്രം കൊടുത്തിട്ട് ജീവിക്കണ്ട. ദുനിയാവിലെ നിന്റെ കാര്യങ്ങളൊക്കെ നടന്നോ എന്നാണ് പറയുന്നത്. ദുനിയാവിൽ നിനക്ക് വണ്ടി വാങ്ങാൻ, നിനക്ക് വലിയ വീടെടുക്കാൻ, നിനക്ക് എന്തും ചെയ്യാം. പക്ഷേ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഇത് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ് ഞാൻ എന്റെ സമ്പത്തിലൂടെ നിർവഹിക്കുന്നത്. നിനക്ക് എങ്ങനെയാണ് അള്ളാഹു നൽകിയത്, നിനക്ക് എന്ത് നന്മയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ നീ അങ്ങോട്ടും അള്ളാഹു പടക്കോട്ട് കൊടുക്കുക. അപ്പൊ സമ്പത്ത് നമുക്കൊരു കുറ്റമുള്ള കാര്യമല്ല. സമ്പത്തിന് അള്ളാഹു ലിമിറ്റ് വെച്ചില്ല. ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാം? അത് പല പ്രാവശ്യം ആവർത്തിച്ച് ഓടിപ്പോയി നമ്മൾ കേൾക്കുന്നു. കാരണം എന്താ? അത്രക്ക് നല്ല ശൈലിയ. നിനക്ക് അള്ളാഹു എങ്ങനെയാ മികച്ച രൂപത്തിൽ സമ്പത്ത് തന്നത്, അത് നീ റിട്ടേൺ ചെയ്യണം. നീ ഭൂമിയിൽ അതിക്രമം ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. ഞാനാണ് എല്ലാത്തിന്റെയും മറുപടി പറയേണ്ട ആളെന്ന് കരുതി മറ്റുള്ളവരെ കൊച്ചാക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ അഭിപ്രായം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് എന്ന് പറയുന്നത് നിന്റെ സമ്പത്ത് നീ എങ്ങനെ നിർമ്മിച്ചു ഉണ്ടാക്കിയത്, നിന്റെ സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് പരലോകത്ത് നമ്മൾ പോകുമ്പോൾ വിശദമായി നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും നമുക്ക് കിട്ടിയ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ മാലില്ല എന്നല്ലേ പറയുന്നത്. അള്ളാഹുവിന്റെ മുതലാണ്, നമ്മുടെ സമ്പത്ത് എന്നല്ല പറയുന്നത്. നമ്മുടെ സമ്പത്തല്ല, അത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അത് പറയാനും അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനും ഒക്കെ ഒരു വിനീത ഭാവത്തോടെ വിനയത്തോടെ പറയാൻ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുത്ത ദിവസം ഒരു നല്ല ആർട്ടിക്കിൾ വായിച്ചു, ഒരു ലേഖനം വായിച്ചു. ഇപ്പോഴും ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റിലൂടെ റിട്ടേൺ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാ കിട്ടുന്നറിയോ? ദുനിയാവിന് കിട്ടുന്ന, ആഖിറത്തിന് കിട്ടുന്ന ആർക്കാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 50 മില്യൺ ഒരു മാസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഒരു മാസം. എങ്ങനെയാണ്? ബിഗറോമയും പരിസരവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വകയായിട്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി സംഭാവന ചെയ്തപ്പോൾ ഇന്നും പറയുന്നത് 1500 ഈത്തപ്പനകൾ ആ തോട്ടത്തിലുണ്ട്. അതിന്റെ വരുമാനം ഉപയോഗിച്ച്, അതിന്റെ ലാഭം ഉപയോഗിച്ച് മദീന പള്ളിക്കരികെ വലിയൊരു ഹോട്ടൽ പണിതു.
അതിന്റെ റെന്റാണ് ഈ 5 കോടി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കൂ, പരലോകത്ത് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ട് സൃഷ്ടിക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. ഖിയാമത്ത് നാളോളം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മണി ട്രാൻസാക്ഷൻ ബാങ്കിലൂടെ ഇങ്ങനെ നടത്തിയ, സൗദിയിലെ ഔഖാഫിന്റെ ബാങ്കിലൂടെ. ഇതെന്തുകൊണ്ടാണ്? എനിക്കും നിങ്ങൾക്കും സമ്പത്തില്ലേ ഉണ്ട്. പിന്നെ എവിടെയാ പാളിച്ച പറ്റുന്നത്? കൊടുക്കേണ്ട വിഷയം പറയുമ്പോൾ പലപ്പോഴും അറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് എവിടെയോ കുഴപ്പമുണ്ട്. നമ്മുടെ ഈമാനിനെ പ്രശ്നം, അല്ലാതെ ഇന്നത്തെ റിസഷൻ പീരീഡിനല്ല കുഴപ്പം. ഇത്രയും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ടും അസറ്റുകൾ ഉണ്ടായിട്ടും കുറച്ച് പൈസ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് പ്രയാസപ്പെടുന്നവൻ അത് ചിന്തിക്കുക. ഇന്നലെ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയപ്പോൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ നാട്ടിലുള്ള ഒരു സഹോദരൻ, ഏറെ കാലമായി ഹിതപ്പിലുള്ള ഒരു സഹോദരനാണ്. ചെറുപ്പക്കാരൻ എഴുതുകയാണ്, എനിക്കും സമ്പത്തില്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അല്പം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ആരോഗ്യവനായിട്ട് നടക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജീവിച്ചു മടുത്തു. ഇത് വായിച്ചപ്പോ കുറെ നേരം പടച്ചോനെ കുറിച്ച് ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളവരും അത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരും സമൂഹത്തിലുള്ളവരും പല രീതിയിലും ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പല പോസ്റ്റുകളും എഴുതുകയും ചെയ്യും, പറയുകയും ചെയ്യും. സമൂഹമൊക്കെ ഏറെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ഒരു പോസ്റ്റിലൂടെ, റിപ്ലൈയിലൂടെ ആ ചെറുപ്പക്കാരൻ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് 4 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു സമ്പത്തും നൽകി അറിവും നൽകിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് അറിവും സമ്പത്തും നൽകിയപ്പോൾ ആ സമ്പത്തിലൂടെ കുടുംബബന്ധം ചേർക്കുകയും ആളുകൾക്കും പടച്ചോനും വേണ്ടിയുള്ള മാർഗത്തിൽ അദ്ദേഹം സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ പ്രതിഫലത്തിന് അർഹനാണ്. മറ്റൊരാള്, അദ്ദേഹത്തിന് അള്ളാഹു അറിവ് നൽകി, പക്ഷെ സമ്പത്ത് നൽകിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടിയാൽ കുറച്ച് കൊടുക്കായിരുന്നല്ലോ. ഒന്നും ചെലവഴിക്കാതെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന കൂലി അദ്ദേഹത്തിന് കിട്ടി. മറ്റൊരു മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് നൽകി, പക്ഷെ അറിവ് നൽകിയില്ല. എങ്ങനെ അത് ഉപയോഗിക്കണമെന്നറിയില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വേണ്ടാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം ഹറാമായ രീതിയിൽ ചെലവഴിക്കുകയാണ്. അദ്ദേഹം നരകത്തിന്റെ അവകാശിയായി. മൂന്നാമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ല, അറിവ് നൽകിയിട്ടില്ല. പക്ഷെ എന്നാലും അയാൾ ചിന്തിക്കുക, കുറച്ച് സമ്പത്ത് ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ഹറാമിലൂടെ തന്നെ ആസ്വദിച്ച് ജീവിക്കായിരുന്നു. അവനും നരകാവകാശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിക്കൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാനായാലും നിങ്ങളായാലും സമ്പത്തിന്റെ ഉടമയാണെങ്കിൽ അത് ഇസ്ലാം കൽപ്പിച്ച മാർഗത്തിലൂടെ, ഹലാലായ മാർഗത്തിലൂടെ, ഹറാമിനെ അല്ലാതെ ചെലവഴിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ, സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്. അത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ പോലും കൂലിയാണ്. നമ്മുടെ ഉപ്പക്ക് കൊടുത്താൽ പോലും കൂലിയാണ്. തൊട്ടപ്പുറത്തുള്ള രോഗിയെ ഒന്ന് കൊടുത്താൽ പോലും കൂലിയാണ്. ആർക്ക് നന്മ ഉദ്ദേശിച്ച് കൊടുത്താൽ പോലും കൂലിയാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? ഭൂമിയിലൂടെ സമ്പത്തുണ്ടാക്കിയ കാറൂന്റെ കഥ വിശുദ്ധ ഖുർആൻ എന്ന് പ്രയോഗിച്ചിട്ടാ പറയുന്നത്. തലമുറക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ആ മണ്ണ് തന്നെ, ഭൂമി തന്നെ അദ്ദേഹത്തെ വിഴുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കോടികൾ സമ്പാദിച്ചിട്ടും ടെൻഷൻ മാറാത്ത ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ ലക്ഷ്യം ദുനിയാവ് മാത്രമായിട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ടെൻഷൻ ഫ്രീ ആകാത്തത്. അതേസമയം ആ സമ്പത്തുള്ളവൻ പരലോകത്തെ ഓർത്തും പടച്ചവനെ ഓർത്തിട്ട് തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം തനിക്കുള്ളതല്ല എന്ന് കരുതിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ സമാധാനം ഉണ്ടാവും. അവിടെ റിസഷൻ വന്നാലും പ്രശ്നമില്ല, ലോസ് വന്നാലും പ്രശ്നമില്ല, പ്രോഫിറ്റ് കൂടിയാലും പ്രശ്നമില്ല. കാരണം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം. സമ്പത്തിനെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ, അത് നല്ല രീതിയിൽ സമ്പാദിക്കാൻ, നല്ല രീതിയിൽ ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ യസാദു ഖൗമൻ യതഅഖറൂന ഹത്താ യുഅഫിറുല്ലാഹ്. ചില ആളുകൾ എപ്പോഴും പിൻഭാഗമാണ് ആഗ്രഹിക്കുന്നത്, വേഗി പോയിരിക്കും, നിസ്കാരം നടക്കും, ഖുതുബ നടക്കും. ഇത് ഒന്നാമത്തെ സഫിൽ മുന്നോട്ട് പോകേണ്ട സമുദായമാണ്. അതും വലതു ഭാഗത്ത് പോയാൽ കൂടുതൽ പുണ്യമെന്ന് അറിയുന്ന സമുദായം. പക്ഷെ എന്നാലും ചിന്തിക്കും, നിസ്കാരം കഴിഞ്ഞ് ഓടണ്ടേ, അതുകൊണ്ട് വേഗി തന്നെ ഇരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ആലോചിച്ചു നോക്കുന്നു, ഈ സമ്പലൊന്ന് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ഓർഡറായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു വേറൊരു പള്ളിയിലാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ബേക്ക് വേടി തന്നെ ഇരുത്തുന്നതാണ്. അല്ല ബേക്ക് വേടി തന്നെ നിങ്ങളാക്കും, നിങ്ങളെ പിന്നിൽ തന്നെ ആക്കുന്നതാണ്.
അപ്പൊ നമുക്ക് എല്ലാ രംഗത്തും മുന്നോട്ട് വരണം. അതിനെന്താ വഴി? സ്വത്തിന് മുൻഭാഗത്ത് അപ്പൊ അല്ല നമ്മുടെ മുൻഭാഗത്തെത്തിക്കും. സ്വത്തിന് മുന്നിലാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഹലാലായ കാര്യത്തിൽ അല്ല നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടത് നമ്മുടെ സ്വത്തിന് മുന്നിലെത്തണം. ഇതാരാ പറയുന്നത്? അതുകൊണ്ട് ജുമാക്ക് വരുമ്പോൾ എല്ലാവരും അടുപ്പിച്ച് സഫായിട്ട് ഇരുന്ന് അത് ഭാഗത്ത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.